കേന്ദ്ര സംസ്ഥാന സർക്കാർ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ഓൺലൈനായി വാങ്ങുന്നതിനുള്ള ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് അഥവാ GEM. ഈ പൊതുസംഭരണ പ്ലാറ്റ്ഫോം വിജയകരമായി 10 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൽ ആരംഭിച്ച ഈ സംവിധാനം സുതാര്യതയും ഇടപാടുകളിലെ സരളതയും ഉറപ്പാക്കി ഇന്ത്യയുടെ പൊതുസംഭരണ മേഖലയെ പൂർണ്ണമായി പുനർനിർവചിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ കാണാം. 2016-17 സാമ്പത്തിക വർഷത്തിൽ വെറും 422 കോടി രൂപയുടെ ഓർഡർ മൂല്യവുമായി ആരംഭിച്ച GEM 2026-27 എത്തുമ്പോൾ 1.55 ലക്ഷം കോടി രൂപ എന്ന ബൃഹത്തായ നേട്ടത്തിലെത്തി നിൽക്കുന്നു. ഇതിനകം 20 ലക്ഷം കോടിയിലധികം രൂപയുടെ ആകെ ബിസിനസ്സും 3.78 കോടിയിലധികം ഓർഡറുകളും പൂർത്തിയാക്കി ഇന്ത്യയുടെ ഡിജിറ്റൽ കുതിപ്പിന് ഈ പ്ലാറ്റ്ഫോം കരുത്തേകി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ പ്രധാന സാമ്പത്തിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ GEMന് കഴിഞ്ഞു. 2.25 ലക്ഷത്തിലധികം വനിതാ സംരംഭകർ വഴി 99,800 കോടിയിലധികം രൂപയുടെ ഓർഡറുകൾ ഇതുവരെ പൂർത്തിയാക്കി. കൂടാതെ 69,000-ത്തിലധികം SC/ST സംരംഭകർ 23,000 കോടി രൂപയുടെ ബിസിനസ്സും ഇതിലൂടെ സ്വന്തമാക്കി. മേക്ക് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ പദ്ധതികൾക്ക് വലിയ ഊർജ്ജമാണ് GEM പകർന്നു നൽകുന്നത്. 42,000-ത്തിലധികം സ്റ്റാർട്ടപ്പുകളും 600-ലധികം ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ കീഴിലെ ഉൽപ്പന്ന വിഭാഗങ്ങളും ഇവിടെ സജീവമാണ്. തദ്ദേശീയ കരകൗശല വിദഗ്ധർ, നെയ്ത്തുകാർ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് ദേശീയ തലത്തിൽ വിപണി ലഭ്യമാക്കിയതിനൊപ്പം ഇ-ഗ്രാം സ്വരാജ് സംയോജനത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾക്കും സംഭരണം സുഗമമാക്കി. 380-ലധികം സേവനങ്ങൾ ലഭ്യമാക്കുന്ന GEM പൂർണ്ണമായും കടലാസ് രഹിതവും സുതാര്യവുമായ സംവിധാനമാണ് ഉറപ്പു നൽകുന്നത്. ഇൻസ്റ്റന്റ് പ്രൊക്യൂർമെന്റ് വഴി 3.36 കോടി നേരിട്ടുള്ള വാങ്ങലുകൾ സാധ്യമാക്കി. ഒപ്പം GEM സഹായ് ആപ്പിലൂടെ ചെറുകിട സംരംഭകർക്ക് ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ ഈടില്ലാത്ത പ്രവർത്തന മൂലധന വായ്പയും ലഭ്യമാക്കുന്നു. അങ്ങനെ പൊതുസംഭരണത്തിൽ സുതാര്യതയും സാങ്കേതിക തികവും ഉറപ്പാക്കുക മാത്രമല്ല, ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പോലും ശാക്തീകരിച്ച് ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.